विष्णुपदाय कृष्णकृष्णाय भूतले श्रीमदे भक्तिवेदान्त स्वामी नामिने नमस्ते सरस्वती देवी गौरवाणी प्रचारिणे निर्विशेषं शून्यवादी दुःखतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवसद्गुरु गोविंद भक्तवृंद हरे कृष्णा 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 हरे हरे Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare. Hare Rama, Hare Rama, Rama Rama, Hare Hare. Jaya Prabhu Bada, Jaya Prabhu Bada, Jaya Prabhu Bada, Sila Prabhu Bada. Jaya Guru Deva, Jaya Guru Deva, Jaya Guru Deva, Sila Guru Deva, Nita Gura Hari Bol, Hari Bol, Hari Bol, Nita Gura Hari Bol. Nitai Gur Hari Bol, Hari Bol, Hari Bol, Nitai Gura Hari Bol. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Hari Om Talsat. Hare Krishna. എല്ലാവർക്കും മറ്റൊരു ഭഗവത്ഗീത യഥാരൂപം ക്ലാസ്സിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 12 ഭക്തിയോഗം ശ്ലോകം 2. ശ്രീ ഭഗവാനുവാച മയ്യാവേശമനോ യേ മാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോ ഭേദാസ്തേ മേ യുക്തതമാ മദ. ശ്രീ ഭഗവാനുവാച മയ്യാവേശമനോ യേ മാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോ ഭേദാസ്തേ മേ യുക്തതമാ മദ. ശ്രീ ഭഗവാനുവാച മയ്യാവേശമനോ യേ മാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോ ഭേദാസ്തേ മേ യുക്തതമാ മദ. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, എന്റെ വ്യക്തിരൂപത്തിൽ തന്നെ മനസ്സുറപ്പിച്ച് അതീന്ദ്രിയമായ ദൃഢവിശ്വാസത്തോടെ എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നവരാണ് ഏറ്റവും പരിപൂർണതയുള്ളവരെന്ന് ഞാൻ കരുതുന്നു. ഭാവാർത്ഥം ജയ ശ്രീല പ്രഭുപാദ് കി ജയ്. തന്റെ വ്യക്തിരൂപത്തിൽ മനസ്സിനെ ഏകാഗ്രീകരിച്ച് ഭക്തി ശ്രദ്ധകളോടെ ആരാധിക്കുന്നവരാണ് യോഗത്തിൽ പൂർണ്ണത കൈവരിച്ചവരെന്ന അർജുനന്റെ ചോദ്യത്തിന് വ്യക്തമായി കൃഷ്ണൻ ഉത്തരം നൽകുന്നു. അങ്ങനെ കൃഷ്ണാബോധം ഉറച്ച ഒരാൾക്ക് ഭൗതിക പ്രവർത്തനങ്ങളില്ല. അയാൾ എല്ലാം കൃഷ്ണാർപ്പണമായാണ് ചെയ്യുന്നത്. ശുദ്ധഭക്തൻ എല്ലായ്പ്പോഴും കൃഷ്ണോപാസനയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ചിലപ്പോൾ അയാൾ ജപിക്കുന്നു, കൃഷ്ണനെ കുറിച്ച് കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുന്നു. ചിലപ്പോൾ പ്രസാദം പാകം ചെയ്യുന്നു, ചന്തയിൽ പോയി കൃഷ്ണന് വേണ്ടി സാധനങ്ങൾ വാങ്ങുന്നു. ചിലപ്പോൾ ക്ഷേത്രമോ പാത്രങ്ങളോ കഴുകി വെടിപ്പാക്കുന്നു. എന്ത് തന്നെ ചെയ്യുന്നതും കൃഷ്ണന് വേണ്ടിയാണ്. കൃഷ്ണൻ അർപ്പിക്കപ്പെടാത്ത കർമ്മങ്ങളിൽ ഏർപ്പെട്ട ഒരു നിമിഷം പോലും അയാൾ പാഴാക്കുകയില്ല. ഇപ്രകാരമുള്ള പ്രവർത്തനം തന്നെയാണ് ശരിയായ സമാധി. വളരെ നല്ല ഒരു ശ്ലോകമാണ്, വളരെ പ്രശസ്തമായിട്ടുള്ള ശ്ലോകമാണ്. മയ്യാവേശ മനോയം ഓം അച്ഛനത്തിമിരഞ്ജനാചലാക്കെ അക്ഷരന്മേലസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസാദി ഭക്തിവേദാന്ത സ്വാമിനി നമസ്തേ സരസ്വതി ഗൗരിവാണി പ്രചാരൻ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ ഗൗരി ഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ.
അല്ലെ? അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ശ്രീ ഭഗവാനി വാക്യം. ഭഗവാൻ എന്താ പറഞ്ഞ്? പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, എന്റെ വ്യക്തി രൂപത്തിൽ തന്നെ മനസ്സുറപ്പിച്ച് ഭഗവാന്റെ അതീന്ദ്രിയ അല്ലെ ആയിട്ടുള്ള ആ വ്യക്തി രൂപത്തില്, ഭഗവാന്റെ രൂപത്തില് മനസ്സുറപ്പിച്ച് സദാ ഹരിയായിട്ടിരിക്കും അല്ലെ? അതീന്ദ്രിയമായ ദൃഢവിശ്വാസത്തോടെ, ഭയങ്കര വിശ്വാസത്തോടു കൂടി അല്ലെ, എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുന്നതിൽ പാർട്ട് ടൈം അല്ല, വല്ലപ്പോഴും അല്ല, പിന്നെയോ എപ്പോഴും 24 മണിക്കൂർ എല്ലായ്പ്പോഴും പറയും. കൃത്യം പറയുന്നുണ്ടല്ലേ, എല്ലായ്പ്പോഴും. നമ്മൾ കള്ളന്മാരാണെന്നറിയാം, അതുകൊണ്ടാണ് ഭഗവാൻ അത് വളരെ ക്ലിയർ ആയിട്ട് പറയും, എല്ലായ്പ്പോഴും വല്ലപ്പോഴും അല്ല അല്ലെ, എന്നെ ആരാധിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നവരാണ് ഏറ്റവും പരിപൂർണതയുള്ളവരെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ചിലപ്പോൾ തോന്നും, ഞാൻ 16 മാല ജപിക്കുന്നുണ്ട്, എന്താണ് എല്ലാ ദിവസവും രാവിലെ സത്സംഗത്തിൽ കയറുന്നുണ്ട്, ഞാൻ സസ്യബുക്കാണ്, അല്ലെങ്കിൽ ഞാൻ ഭഗവാൻ നേരിച്ച പ്രസാദം മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ അല്ലേ, അപ്പൊ ഞാൻ സദാഹരിയായിട്ടിരിക്കുകയല്ലേ എന്നൊക്കെ തോന്നും നമുക്ക്. പക്ഷെ അല്ല അല്ലേ, നമ്മൾ ഇപ്പോഴും പാർട്ട് ടൈമാണ്. കാരണം നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കിയുണ്ട്, ഒരുപാട് താല്പര്യങ്ങൾ ബാക്കിയുണ്ട്, ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ വൃഥാസമയം കളയുന്നുണ്ട് അല്ലേ. അതൊക്കെ നമ്മൾ അറിയാതെ അങ്ങ് മാറ്റിവെക്കുകയാണ് അല്ലേ. ആ സമയം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന് വേണ്ടി ചെലവഴിക്കണം. ഭഗവാൻ ഇഷ്ടമുള്ളത് മാത്രം ചെയ്യുക, ആനുകൂല്യേന കൃഷ്ണാനുശീലനം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് സദാ ഹരിയായിട്ടിരിക്കാൻ പറ്റും എപ്പോഴും. അതാണ് ഇവിടെ പറഞ്ഞതുപോലെ, ഭഗവാൻ പറഞ്ഞ പോലെ എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നു അല്ലെ. ആരാധിക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ പൂജ ചെയ്യുന്നത് മാത്രമല്ല ആരാധിക്കുക പറയാം. ഭഗവാന്റെ എന്ത് സർവീസ് ചെയ്താലും അതെല്ലാം ആരാധന അല്ലെ. അപ്പോ അങ്ങനെയുള്ളവരെയാണ് പരിപൂർണതയുള്ളവരെന്ന് ഞാൻ കരുതുന്നു അല്ലെ. ഇവിടെ അർജുനന്റെ ചോദ്യത്തിന് ഭഗവാൻ ഉത്തരം നൽകുകയാണ്. എന്റെ അവ്യക്ത ബ്രഹ്മത്തെ ഉപാസിക്കുന്നവരെക്കാൾ എന്റെ ഭക്തിയൂത സേവനയിൽ ഉചിതമായി ഏർപ്പെട്ടിരിക്കുന്നവരാണ് കൂടുതൽ പരിപൂർണൻ അല്ലെ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെ എന്താ പറയാ? എന്റെ അവ്യക്ത ബ്രഹ്മത്തെ ഉപാസിക്കുന്നവരെക്കാൾ. അവ്യക്ത ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കേരളത്തിലുള്ള 90% ആൾക്കാരും അങ്ങനെയാണ്, അവ്യക്ത ബ്രഹ്മത്തിലാണ് അവർ എത്തിച്ചേരാൻ പോകുന്നത്. കാരണം അവരുടെ വഴി അങ്ങനെയാണ്, അവരുടെ പോക്ക് അങ്ങനെയാണ്. ഓരോരുത്തരുടെ പോക്ക് കാണുമ്പോൾ നമുക്കറിയില്ല അവരെവിടെ എത്തിച്ചേരുമെന്ന്. നമ്മൾ പറയില്ലേ, ഇയാൾ ശരിയല്ല, ഇയാൾ പോക്ക് അത്ര ശരിയല്ല എന്ന് നമ്മൾ പറയില്ലേ. അതുപോലെയാണ് ഈ 90% ആൾക്കാരും ഈ കേരളത്തില് അല്ലെ. അവരൊക്കെ എന്താണ്? എന്റെ അവ്യക്ത ബ്രഹ്മത്തെ ഉപാസിക്കുന്നവരാണ് അല്ലെ. അവരവിടെ ചെല്ലും, ആ ആ എന്താണ്, ആ ആ അവ്യക്ത ബ്രഹ്മത്തിലേ ചെല്ലുള്ളൂ, ബ്രഹ്മജ്യോതിയിലേ ചെല്ലുള്ളൂ. അവർക്ക് ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റൂല. ഭയങ്കര ഭക്തന്മാരാണെങ്കിൽ അല്ലെ, അവർ ഭക്തന്മാരായിട്ട് അല്ലെ പോവുകയാണെങ്കിൽ, ഭക്തന്മാരായി ശുദ്ധഭക്തന്മാരായി പോവുകയാണെങ്കിൽ അല്ലെ, അവർ ബ്രഹ്മജ്യോതിയിലേ എത്തുള്ളൂ. കാര്യം എന്താണ്? അവർ ഇച്ചിരി വഴി തെറ്റിപ്പോയി. ഇപ്പോ നമ്മുടെ സംഘർഷൻ അധികാരി പ്രഭു കഴിഞ്ഞ ആഴ്ച ഇവിടെ ഉണ്ടായിരുന്നു അല്ലെ. ഇഷ്ടംപോലെ ക്ലാസ് ആയിരുന്നു, വളരെ ഭയങ്കര അസോസിയേഷൻ ആയിരുന്നു നമുക്ക് എല്ലാവരും. ഇവിടെ ഒരു ഉത്സവം പോലെയായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും. അപ്പോ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, നമ്മൾ അല്പം പോലും വ്യതിചലിക്കാൻ പാടില്ല. നമ്മൾ ചിലപ്പോൾ ഒരു ഇച്ചിരി ഒരു ആംഗിൾ ആയിരിക്കും വെക്കുക അല്ലെ, ഒരു ചെറിയ ഒരു ആംഗിൾ. ഇന്ന് 16 റൗണ്ട് ജപിച്ചു, നാളെ 15 ജപിച്ചോളൂ, പിന്നെ പിന്നെ മറ്റന്നാൾ അത് 17 പിന്നെ പിറ്റേന്ന് രാവിലെ അത് 15 അല്ലേ, പിന്നെ പിറ്റേന്ന് രാവിലെ അത് 18 അങ്ങനെ. അതാണ് ചെറിയൊരു ലാഞ്ചുണ്ട് അല്ലേ, കണ്ടില്ലേ? ഇത് കുറേ കാലം കഴിയുമ്പോൾ നോക്കൂ, ഇത്രയും വലിയ ഗ്യാപ്പായി മാറും. അപ്പൊ നമ്മൾ ഇങ്ങനെ പോകുന്നതിന് പകരം നമ്മൾ എവിടെ എത്തി? വേറെ എവിടെയോ എത്തി. മനസ്സിലായി? ഡയറക്ഷൻ മാറിപ്പോവും. നമ്മൾ വിചാരിക്കും, ഓ ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, ഒരു മാലയിലേ ജപിക്കാതെ ഉള്ളൂ അല്ലേ. ഏഹ് ഒരു 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 മുട്ടായി കഴിച്ചു പോയി അല്ലേ, ചോക്ലേറ്റ് ഒരു മുട്ടായി കഴിച്ചു പോയി, അതിനകത്ത് എന്താണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ കണ്ടില്ല. അതിൽ മുട്ട ഉണ്ടായിരുന്നു അല്ലേ, അത് നമ്മൾ ശ്രദ്ധിച്ചില്ല. ആ പോട്ടെ, ഒരു മുട്ടായി അല്ലേ. ഇപ്പൊ നമ്മൾ നോക്കൂ, ഇങ്ങനെ പോകുന്നതിന് പകരം നമ്മൾ ചെറുതായിട്ടൊന്ന് ഡീവൈറ്റ് ചെയ്യും, നമ്മൾ അറിയില്ല, നമ്മൾ പോലും അറിയാതെ ഇത്രയും ഡീവൈറ്റ് ചെയ്ത് പോയി 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 എവിടെ എത്തും? വേറെ എവിടെയെങ്കിലും ഒക്കെ ഗോലോക വൃന്ദാവനത്തിൽ എത്തത്തില്ല, ആ ഫ്ലൈറ്റ് വേറെ എവിടെ പോകുന്നത് അല്ലേ. അപ്പൊ നമ്മൾ അത്രയും വളരെ സൂക്ഷിച്ചിട്ട് വേണം കൈകാര്യം. പദം പദം വിപുലമാണ് ഭഗവാൻ പറയുന്നുണ്ട്, പദം പദം വിപുലമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ കാൽവെപ്പും വളരെ സൂക്ഷിച്ചിട്ട് വേണം വെക്കാൻ. അത്രയും അപകടകരമാണ് ഈ മായാലോകം. മായാദേവി ഭഗവാന് തൊട്ടടുത്ത് തന്നെയുണ്ട് അല്ലേ. ഭഗവാൻ ഇവിടെയുണ്ട്, മായാദേവി ഇവിടെ അടുത്ത് തന്നെയുണ്ട്. നമ്മൾ എന്നാണോ ഭഗവാന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കുന്നത്, അപ്പൊ മായാദേവി വെറുപ്പിക്കും അല്ലേ. അതിനുവേണ്ടിയാണ് മായാദേവി അവിടെ തൊട്ടടുത്ത്, നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്നത് അല്ലേ. എന്റെ അവ്യക്ത ബ്രഹ്മത്തെ ഉപാസിക്കുന്നവരെക്കാൾ എന്റെ ഭക്തിയുടെ സേവനത്തിൽ
ഉചിതമായി ഏർപ്പെട്ടിരിക്കുന്നവരാണ് കൂടുതൽ പരിപൂർണർ. അപ്പൊ 16 റൗണ്ട് ജപിച്ചാൽ പോരാ, സത്സംഗത്തിൽ നിന്നാൽ പോരാ, പ്രസാദം കഴിച്ചാൽ പോരാ, ബുക്ക് വായിച്ചാൽ പോരാ, അല്ലേ? പിന്നെന്ത് വേണം? നമ്മൾ ഭക്തിയുടെ സേവനത്തിൽ നിൽക്കണം. ഭഗവാൻ നമ്മൾ പറയാണ്, അല്ലെ, എന്റെ ഭക്തിയുടെ സേവനത്തിൽ ഉചിതമായി ഏർപ്പെട്ടിരിക്കുന്നവരാണ് കൂടുതൽ പരിപൂർണർ. അവരാണ് പരിപൂർണർ. മറ്റവര് പൂർണ്ണരാണ്, പക്ഷെ പരിപൂർണരല്ല, അല്ലെ? അപ്പൊ എന്റെ ഭക്തിയുടെ സേവനത്തിൽ ഉചിതമായി ഏർപ്പെട്ടിരിക്കുന്നവരെയാണ് കൂടുതൽ പരിപൂർണർ, അല്ലെ? പ്രഭുപാദ് എപ്പോഴും പറയുന്നതാണ് ഭക്തിയൂത സേവനം. അദ്ദേഹം ഭക്തി എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഭക്തിയൂത സേവനം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഭക്തിയൂത സേവനത്തിൽ ഉചിതമായി ഏർപ്പെട്ടിരിക്കുന്നവരെയാണ് കൂടുതൽ പരിപൂർണ്ണരെന്നാണ് ആര് പറയുന്നത്? ഭഗവാൻ, അല്ലെ? അപ്പൊ അർജുനൻ എന്താ പറഞ്ഞിരുന്നത്? എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അല്ലെ? നമ്മുടെ മനസ്സും അങ്ങനെയൊക്കെ അല്ലേ? അർജുനാണ് അവിടെ പറയുന്നത്, അല്ലെ? അർജുൻ ഭഗവാൻ ഫ്രണ്ട് എന്ന് പറയാണ്, എന്റെ മനസ്സിനെ എനിക്ക് ചഞ്ചലം മന കൃഷ്ണ, എനിക്ക് എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അല്ലേ? അത് എവിടെയൊക്കെയോ പോകുന്നുണ്ട്, അത് എങ്ങോട്ടൊക്കെ എന്നെ വലിച്ചഴിക്കുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല, എന്റെ ശരീരം വിറയ്ക്കുന്നു, ഞാൻ ഞാൻ എന്റെ ഗാണ്ഡീവൊക്കെ താഴെ വീഴുന്നു, ഞാൻ വിയർക്കുകയാണ്, അല്ലേ? എനിക്ക് പറ്റുന്നില്ല, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, എന്റെ മനസ്സ് ശരിയല്ല. ഇത് എന്നെ നമ്മളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, അല്ലെ? നമ്മളെല്ലാവരെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ മനസ്സും ശരിയല്ല. നമ്മുടെ മനസ്സ് എങ്ങനെയാണ്, അല്ലേ? എപ്പോഴും ചഞ്ചലമാണ്, അല്ലേ? ഓരോ കാര്യങ്ങളെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും, ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. എന്നാൽ ആ സമയത്ത് നമ്മൾ ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൂടെ? എല്ലാ കാര്യവും മംഗളമായി നടക്കും, അല്ലേ? പക്ഷെ നമുക്ക് വറിയാണ്, എന്താണ്? ഒരാകാംക്ഷയാണ്, നാളെ ഇനി എന്ത് സംഭവിക്കും, ഇത് കിട്ടിയില്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കും, അത് വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നാളെ എന്താ ചെയ്യാ, അല്ല അതെങ്ങനെ സോൾവ് ചെയ്യും, ഇതെങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ള ഒരു ഇത് എപ്പോഴും ഇങ്ങനെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഒരു എന്തൊക്കെയല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? അതെല്ലാം ഭഗവാൻ വിട്ടിട്ട് മിണ്ടാതിരിക്കണം, ജപിക്കണം. അപ്പൊ അതെല്ലാം നടക്കും. നമ്മളിങ്ങനെ വിചാരിച്ചിട്ട് വിഷമിപ്പിച്ചിട്ട് വല്ല കഥയുണ്ട്, പക്ഷെ മനസ്സും കൂടെ വിഷമിപ്പിച്ചാൽ നമുക്ക് അസുഖം പിടിക്കത്തില്ല, അല്ലേ? അപ്പൊ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, അല്ലെ? അങ്ങനെ ആകുന്ന മനസ്സിനെ നിയന്ത്രിക്കാനായി ഭഗവാൻ പറയുന്നത് എന്താണ്? മനസ്സിനെ എന്നിൽ കേന്ദ്രീകരിക്കൂ, അല്ലെ? എല്ലാം ഭഗവാനിൽ അർപ്പിക്കൂ. ഭഗവാനെ, എനിക്കിതൊക്കെ ചെയ്യാനുണ്ട്, ഞാൻ ഭഗവാന്റെ സേവയിൽ മുഴുകുകയാണ്, എന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങ് തീരുമാനിച്ചാട്ടെ, ഞാൻ അതുപോലെ അനുസരിച്ചോളാം എന്ന് പറയും. അപ്പൊ എന്താണ്? ഭഗവാനിൽ കേന്ദ്രീകരിക്കണം നമ്മുടെ മനസ്സ്, എന്നാണ് ഭഗവാൻ പറയുന്നത്. മനസ്സിനെ എന്നിൽ കേന്ദ്രീകരിക്കൂ, അല്ലെ? അതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരേ ഒരു വഴി. വളരെ എളുപ്പമാണ്, പിന്നെ അത് ഒരേ ഒരു വഴിയാണ്. ഏകം മാർഗം, അല്ലെ? ഒരേ ഒരു വഴി. എന്തുകൊണ്ടാണ്? കൃഷ്ണൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷമാണ്. കൃഷ്ണൻ എന്നുള്ള വാക്കിൽ തന്നെ ഒരുപാട് സന്തോഷം അടങ്ങിയിരിക്കുന്നു, അല്ലെ? അൺലിമിറ്റഡ് ബ്ലിസ് ആണ്, അൺലിമിറ്റഡ് സന്തോഷമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്, അല്ലെ? കൃഷ്ണൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷമാണ്. അതുകൊണ്ട് ഭഗവാന് നമ്മുടെ മനസ്സിന് ഏറ്റവും വലിയ സന്തോഷം നൽകാൻ താല്പര്യം കാണും, അല്ലെ? നാം എപ്പോഴും സന്തോഷം എവിടെ കിട്ടുമെന്ന് നോക്കി നടക്കുന്നവരാണ്, അല്ലെ? നമ്മളാണെങ്കിലും നമ്മളിങ്ങനെ അന്വേഷിച്ച പരിധി നടക്കണം, അല്ലെ? എവിടെ കിട്ടും ഈ സന്തോഷം എന്ന് പറഞ്ഞിട്ട്, അല്ലെ? പക്ഷെ എവിടെയുണ്ട് സന്തോഷം? ഭഗവാനിൽ തന്നെ ഉണ്ട് സന്തോഷം. നമ്മളിപ്പോ ഭഗവാനിലോട്ട് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ സന്തോഷം കിട്ടൂല. എല്ലാ ജീവജാലങ്ങളും ഭഗവാൻ ആണെങ്കിലും, അല്ലെ? അങ്ങനെയാണ് സന്തോഷത്തിന് പുറകെ നടക്കുക. ഭഗവാനാണെങ്കിലും നമുക്ക് നോക്കി നടക്കുന്ന, അല്ലെ, നടക്കുകയാണ്. എന്താണ്? എല്ലാ ജീവജാലങ്ങളും ഭഗവാൻ സന്തോഷത്തിന്റെ ഒരു സമുദ്രമാണ്, അല്ലെ? ഭഗവാനാണെങ്കിൽ സന്തോഷത്തിന്റെ ഒരു സമുദ്രമാണ്. അതിൽ നമുക്ക് ഒരു ഗ്ലാസ് കിട്ടിയാൽ പോരെ വയറുന്നറിയാനായിട്ട്, അല്ലെ? അപ്പൊ നമ്മുടെ മനസ്സിനെ ഭഗവാനിൽ അർപ്പിച്ചാൽ നമുക്ക് വേണ്ടുന്ന സന്തോഷം ലഭ്യമാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വേറെ ഒന്നും ചെയ്യണ്ട. ആനുകൂല്യന് കൃഷ്ണശീലനുമായിട്ട് ഭഗവാനിൽ എല്ലാം അർപ്പിക്കുക, നമുക്ക് അവിടെ സന്തോഷം കിട്ടും. ആനന്ദ സാഗരമാണ്, അല്ലെ? നമ്മുടെ മനസ്സിനെ ഭഗവാനിൽ അർപ്പിച്ചാൽ നമുക്ക് എന്താണ് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള സന്തോഷം കിട്ടും, അത് ലഭ്യമാണ്. ഭഗവാനെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം, നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടണമെങ്കിൽ നാം മനസ്സിന്, അല്ലെ, അതീന്ദ്രിയമായിട്ടുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിന് സന്തോഷം കിട്ടും. നമ്മുടെ മനസ്സിന് അതീന്ദ്രിയ ആനന്ദം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മനസ്സ് എന്തു ചെയ്യും? അത് ഭൗതിക സന്തോഷത്തിന്റെ പുറകെ പോകും. നമുക്ക് ഈ കിട്ടുന്ന അവസരങ്ങൾ, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇന്ന് രാവിലെ എണീറ്റ് കുളിച്ച് അല്ലെങ്കിൽ ശുദ്ധമായിട്ട് ഈ ഈ സത്സംഗത്തിൽ പങ്കെടുത്തില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഇവിടെ നമുക്ക് സന്തോഷം കിട്ടിയില്ല, നമ്മൾ എവിടെ പോകും? നമ്മൾ ഭൗതികമായ സന്തോഷങ്ങളിലേക്ക് പോകും, അല്ലേ? ആ മൊബൈൽ എടുത്ത് അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സിനിമ കാണുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ റീലൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട്, അല്ലെ, അതും കണ്ടുകൊണ്ടിരിക്കും.
അതിൽ നമ്മൾ സന്തോഷം കാണാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നേരായിട്ടുള്ള വഴി ഇവിടെ കിടക്കുകയല്ലേ, വളരെ ശുദ്ധമായിട്ടുള്ള ഒരു വഴി ഇവിടെ കിടക്കുകയല്ലേ, എന്നപ്പോ അതിലോട്ട് അങ്ങ് പോയ പോരെ, നമുക്ക് സന്തോഷം കിട്ടിയാൽ പോരെ. ഇവിടെ സന്തോഷം കിട്ടുമെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അങ്ങോട്ട് പോകണം? പക്ഷെ മനസ്സ് വെറുതെ ഇരിക്കില്ല. ഇവിടെ ഈ സന്തോഷം നമ്മൾ മനസ്സിന് കൊടുത്തില്ല എങ്കിൽ മനസ്സെന്ത് ചെയ്യും? വേറെ അന്വേഷിച്ച് പോകും അല്ലേ? നീ ആ മൊബൈൽ എടുക്ക്, ആ മൊബൈൽ എടുത്ത് ചുരുണ്ട് എന്ന് പറയും അല്ലേ? നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. അപ്പോ മായ ഓടി വന്ന് നമ്മളെ ഇങ്ങനെ തല ഇങ്ങനെ കുനിച്ച് ആ മൊബൈലിനകത്തോട്ട് വയ്ക്കും അല്ലേ? കാര്യം എന്താണ്? മായയും കൃഷ്ണനും അടുത്തടുത്ത് തന്നെ നിൽക്കുകയാണ് അല്ലേ? എപ്പോഴാണോ എന്നിൽ നിന്ന് എന്റെ ദൃഷ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഭഗവാനിൽ നിന്ന് എന്റെ ദൃഷ്ടി പോകുന്നത്, അപ്പൊ ഞാൻ കയറി പിടിക്കും എന്നുള്ള നിലയിൽ മായ അടുത്ത് നിന്നുണ്ട്. അപ്പോ അതുകൊണ്ട് ഭഗവാൻ എന്താ പറയുന്നത്? എപ്പോഴും എന്റെ ഭക്തിയുടെ സേവനത്തിൽ നിരന്തരം ഏർപ്പെട്ടിരിക്കണം. അതുവഴി നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും ഭഗവത് സേവ ചെയ്യണം. ഭഗവാനുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ? ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മൊബൈൽ എടുത്തിട്ട് ആരെങ്കിലൊക്കെ വിളിച്ചിട്ട് ഇന്ന് കേട്ട കഥയെക്കുറിച്ച് പറയണം. നമ്മൾ ഒരുപാട് ശ്ലോകങ്ങളൊക്കെ കേട്ടില്ലേ അല്ലേ? അപ്പൊ അതെല്ലാം കൂടി പറയണം. നമ്മളിപ്പോ ഈ കേട്ടതൊക്കെ ഒരാളോട് ഏറ്റു പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആവണം അല്ലേ? അപ്പോ അപ്പൊ ഭഗവാനാണെങ്കിലും അത് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്താണ്? ഭഗവാന്റെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരോട് ഒരു ഇച്ചിരി ഇഷ്ടം കൂടുതലാണ് അല്ലെ? അദ്ദേഹം പറയുന്നുണ്ട്, എന്താ പറയുന്നത് ഭഗവാൻ? പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാര് എന്റെ പരമധാമം പോകും, ഞാൻ അവരെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവരും. ഇത് സംശയിക്കേണ്ട ആവശ്യമില്ല. സംശയം കൃഷ്ണ എന്നാണ്. സംശയം മഹാഭാവം അല്ലേ? അതായത് എന്താണ് കാര്യം? അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പ്രത്യേക ഇഷ്ടമാണ്. ആരോട്? എന്റെ കഥകള് മറ്റുള്ള ഭക്തന്മാരോട് പറഞ്ഞു കൊടുക്കുന്നവരോട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ വാസ്തവം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും വാസ്തവമുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം ഉപയോഗപ്പെടുത്താൻ അല്ലെ? യാർ ഇതേക്ക് ഉദ്ധാരേക്കഹോ കൃഷ്ണ ഉപദേശ്. ആരെ കണ്ടാലും പിടിച്ചിരുത്തി കൃഷ്ണനെ കുറിച്ച് പറയാം. ആദ്യമൊക്കെ അവർക്ക് വലിയ രസിച്ചില്ല എന്ന് പറയും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് രുചി വരും. നമ്മൾ അത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ യാരേം തേക്കോ താരേക്കഹോ കൃഷ്ണ ഉപദേശ് അല്ലെ? അതാണ് അങ്ങനെയുള്ള ആൾക്കാരോടാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടം എന്നാണ് ഭഗവാനോട് പറയുന്നത് അല്ലെ? അപ്പൊ അത് നമ്മൾ നിരന്തരമായി ശ്രമിക്കണം. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിരന്തരമായ ശ്രമം കൊണ്ടും ഇന്ദ്രിയങ്ങളോടുള്ള വിരക്തിയും കൊണ്ട് ഏഹ് ആ, ആ, നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അതെങ്ങനെ സാധിക്കും? വളരെ സിമ്പിളാണ്. പ്രഭുപാദ അതിനുള്ള എല്ലാ വഴിയും നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെ? 4 യമനിയമങ്ങൾ പാലിച്ചാൽ മതി അല്ലെ? അത് എന്തൊക്കെയാണ് 4 യമനിയമങ്ങള്? മാംസം ഒഴിവാക്കുക, പരസ്ത്രീ ബന്ധം ഒഴിവാക്കുക അല്ലെ? ചൂതുകളി ഒഴിവാക്കുക, പിന്നെയോ ലഹരികൾ ഒഴിവാക്കുക. വളരെ സിമ്പിൾ അല്ലേ? ഈ 4 യമനിയമങ്ങൾ പാലിച്ചാൽ അപ്പൊ അങ്ങനെ നമുക്ക് ഇന്ദ്രിയ ആസ്വാദനത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ തോന്നും. ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ഉപേക്ഷിക്കണമെന്ന് പറയുന്ന കാര്യം വെച്ചാല്, നമ്മുടെ ഇന്ദ്രിയ ആസ്വാദനത്തിന്റെ ഉത്തേജകം കൊടുക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഈ 4 കാര്യങ്ങൾ. ആ 4 കാര്യം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്ദ്രിയങ്ങളോടുള്ള തൃപ്തി, അല്ലെങ്കിൽ ഇന്ദ്രിയ താല്പര്യം, ഇന്ദ്രിയ ഭോഗത്തിനുള്ള താല്പര്യം കുറയുന്നതാണ്. എല്ലാ കാര്യത്തിലും കുറവ് വരും അല്ലെ? അപ്പൊ ഇന്ദ്രിയ ആസ്വാദനത്തിൽ നമുക്ക് വിട്ടു നിൽക്കാൻ പറ്റും. പിന്നെ നമ്മുടെ സാധന ഉറപ്പുള്ളതാണ്. നമ്മുടെ സാധന എന്ന് പറഞ്ഞാൽ നമ്മൾ ഹരികൃഷ്ണ മഹാമന്ത്രം പറയുന്നു അല്ലെ? ബുക്കുകൾ വായിക്കുന്നു. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉറപ്പാക്കേണ്ടത്. സദാ ഹരിയായിരിക്കും അല്ലെ? മനസ്സെപ്പോഴും ചാടിപ്പോകും. എപ്പോഴും നാം അതിനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കും അല്ലെ? നമ്മൾ ഈ മനസ്സിനെ കുറിച്ചിട്ട് ഒരു ശ്ലോകം നമ്മൾ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. ഗോവിന്ദദാസ് കവിരാജ് പ്രഭുവാണ്, മഹാരാജാണ് അത് എഴുതിയിരിക്കുന്നത് അല്ലെ? അദ്ദേഹം പറയുന്നുണ്ട്, ഭജഹുരേ മന ശ്രീനന്ദനന്ദന അഭയ ചരണരവിന്ദരേ. ഭജഹുരേ മന ശ്രീനന്ദനന്ദന അഭയ ചരണരവിന്ദരേ. ദുർലഭ മാനവ ജനമ സൽസംഗേ, ദുർലഭ മാനവ ജനമ സൽസംഗേ, करो हे ये भाव सिंधुरे, करो हे ये भाव सिंधुरे. भजहु रे मन ശ്രീനന്ദനന്ദന അഭയ ചരണര വിന്ദരേ. എന്താ അവിടെ പറയാ അല്ലെ? ഗോവിന്ദദാസ കവിരാജ് എന്താണ് പറയുന്നത് അവിടെ?
ആ ആചാര്യൻ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ആ ഭജഹുരേ മന, ഹേ മനസ്സേ, മന എന്ന് പറഞ്ഞ മനസ്സേ, ഹേ മനസ്സേ, എന്ത് ചെയ്യണം? അല്ലയോ മനസ്സേ, ഒരുവനെ ഭയരഹിതനാക്കുന്ന, അല്ലെ, നന്ദപുത്രന്റെ പത്മങ്ങളെ പൂജിക്കുക. അഭയ ചരണാരവിന്ദ, ആരുടെ അഭയം? ചരണാരവിന്ദ. ശ്രീനന്ദനന്ദന, അല്ലെ, നന്ദനന്ദന്റെ, അല്ലെ, നന്ദഗോപുരുടെ പുത്രനായ നന്ദന്റെ, അല്ലെ, ഭഗവാന്റെ ചരണപത്മങ്ങളെ, ചരണപാദങ്ങളെ, പാദപത്മങ്ങളെ അഭയം പ്രാപിക്കുക. വാലിറുക്കി പിടിച്ചോളുക, അല്ലേ? അപ്പൊ ഈ അറിവുകൾ ഈ അപൂർവമായ മനുഷ്യജന്മം നേടിയ ശേഷം മുതിർന്ന ഭക്തന്മാരുമായി സഹവസിച്ചുകൊണ്ട് ഈ ലൗകിക അസ്തിത്വത്തിൽ നിന്ന് നമ്മള്, അല്ലെ, രക്ഷപ്പെടണം. അതാണ് ദുർലഭ മാനവ ജന്മ സത്സംഗേ. ഈ മാനവ ജന്മ അല്ലെങ്കിൽ ഈ മനുഷ്യജന്മം ദുർലഭ മാനവ ജന്മ സത്സംഗേ, അല്ലെ, ഈ ഈ മനുഷ്യജന്മം വളരെ ദുർലഭമാണ്, അല്ലെ. അതെന്ത് ചെയ്യണം നമ്മള്? ഈ എന്താണ്, മുതിർന്ന ഭക്തന്മാരുമായിട്ട്, ജനമസത്സംഗെ, അല്ലെ, മുതിർന്ന ഭക്തന്മാരുമായിട്ട് സഹവസിച്ചുകൊണ്ട് ഈ ലൗകിക അസ്തിത്വത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം, അല്ലെ, ഓടിപ്പോവാം, നമുക്ക് കരകയറാം എന്നാണ് ആര് പറയുന്നത്? ഗോവിന്ദദാസ കവിരാജ് പറയുന്നത്. എന്ത് അർത്ഥമുള്ള പാട്ടുകളാണെന്ന് അറിയും, എന്ത് അർത്ഥമുള്ള ശ്ലോകങ്ങളാണ്, എന്ത് അർത്ഥമുള്ള കീർത്തനങ്ങളാണ്, അല്ലെ. പിന്നെ ഒരു അവസരത്തില് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അല്ലെ, നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് എന്താണ്? 18-ാമത്തെ അധ്യായത്തില് 61-ാമത്തെ ശ്ലോകമാണ്. ഈ ശരീരം ഒരു കാർ പോലെയാണെന്ന് പറയുന്നത്. നമ്മുടെ മനസ്സാണ് ആര്? ഡ്രൈവർ. നമ്മുടെ ഈ കാർ ഓടിക്കുന്ന ആരാണ്? നമ്മുടെ മനസ്സാണ്. ഭ്രമയൻ സർവഭൂതാനി യന്ത്രാരൂപ രൂഢാനി മായയ എന്നാണ് ആ ശ്ലോകം പറയുന്നത്, അല്ലെ. ഈ ശരീരം ഈ ഭൗതിക പ്രകൃതിയാൽ നിർമ്മിച്ച ഒരു കാറ് പോലെയാണ്, അല്ലെ. ഭൗതികമായ ഊർജത്താൽ നിർമ്മിച്ച ഒരു യന്ത്രത്തിൽ ഇരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും അലഞ്ഞു തിരിയുന്നു, അല്ലെ. എല്ലാ ജീവജാലം എന്താണ്? അലഞ്ഞു തിരിയാണ്. ഞാനിപ്പോൾ ഈ കാറിൽ, അല്ലെ, ആ കാറിനകത്ത് ഇരിക്കുകയാണ്. പക്ഷെ ഡ്രൈവർ, മനസ്സാണ് ഡ്രൈവർ, അല്ലെ. ആ ഡ്രൈവർ എന്റെ നിയന്ത്രണത്തിലല്ല. മനസ്സ് ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നില്ല. മനസ്സിന് തോന്നുന്ന പോലെയാണ്, തോന്നുന്ന ഡയറക്ഷനിലാണ് മനസ്സ് പോകുന്നത്. അപ്പൊ ആ ഡ്രൈവർ എന്ത് ചെയ്യും? അങ്ങനെ നമ്മളിപ്പോ ആറ്റിങ്ങ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് പോകും, അല്ലെ. അയാള് എന്താണ്, നാഗർകോവിലോട്ട് പോകും, നേരെ ഓപ്പോസിറ്റിലോട്ട് ഇറങ്ങി പോകും, അല്ലെ. എന്നെ അങ്ങേർക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. അതായത് മനസ്സിന് ഇഷ്ടമുള്ളിടത്തേക്ക് നമ്മളെങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. ഇവിടെ ഈ ഭക്തൻ അപേക്ഷിക്കുന്നത് എന്താണ്? അദ്ദേഹം, നമ്മുടെ ആചാര്യൻ പറയുന്നത് എന്താണ്? എന്നെ ആ സമുദ്രത്തിലേക്ക് തള്ളിവിടാൻ നിരുത്തരപരമായ രീതിയിൽ നീ വാഹനം ഓടിക്കരുത് എന്നാണ് പറയുന്നത്, അല്ലെ. നീ എന്നെ ആ സമുദ്രത്തില്, അല്ലെ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എന്താണ് ഈ ദിശയില്ലാതെ പോയി കഴിഞ്ഞാൽ എവിടെ പോയി വീഴും? സമുദ്രത്തിൽ വീഴും, അല്ലെ. ദുർലഭ മാനവ ജനമ സത്സംഗേ. ഈ ശരീരം, ഈ മനുഷ്യ ശരീരം, ഈ ഈ ശരീരം എന്ന് പറയുന്നത് എന്താണ്? ഈ മനുഷ്യജന്മം ദുർലഭമാണ്, അല്ലെ, വളരെ സുദുർലഭമാണ്. അങ്ങനെ കിട്ടത്തില്ല, ലഭിക്കുന്ന എപ്പോഴും കിട്ടുന്നതല്ല. ദുർലഭം, സുദുർലഭം, അല്ലെ, വളരെ വിലപ്പെട്ടതാണ്. അതിന്റെ വില നമ്മൾ അറിയണം, അല്ലെ. ഒരു വലിയ അസ്തിത്വത്തില് അസ്തിത്വ പോരാട്ടത്തിന് ശേഷം ജലജീവികൾ, പക്ഷികൾ, എന്താണ്, മരങ്ങൾ, മൃഗങ്ങൾ, 84 ലക്ഷം ജീവരാശികളിലൂടെ കടന്നു പോകേണ്ടി വന്നു ഈ മനുഷ്യ ശരീരം കിട്ടാനായിട്ട്, അല്ലെ. അപ്പൊ നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ജന്മം കിട്ടാനായിട്ട്, അല്ലെ, ഈ മനുഷ്യജന്മം കിട്ടാനായിട്ട്, അല്ലെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത് അത്രയും പ്രീഷ്യസ് ആണ്. അത് എളുപ്പം എപ്പോഴും കിട്ടുന്നതല്ല, എല്ലാവർക്കും കിട്ടുന്നതല്ല. അപ്പൊ ആ മനുഷ്യജന്മം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്തിനാ മനുഷ്യജന്മം തന്നത്? ഭഗവാനെ സേവിച്ചിട്ട് തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാൻ വേണ്ടിയാണ്. ഇറ്റ് ഷുഡ് ബി ദ ലാസ്റ്റ് ജന്മ, അല്ലെ, ഇൻ അവർ ബർത്ത് സൈക്കിൾ എന്നാ പറയാ, അല്ലെ. ഇതായിരിക്കണം അവസാനത്തെ ജന്മം. ഇനി ജന്മം പാടില്ല, അല്ലെ. ഇനി ജന്മം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇനി അടുത്ത ജന്മം, മനുഷ്യജന്മം കിട്ടുമെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അതൊക്കെ നമ്മുടെ ഉള്ളിലിരുപ്പം കയ്യിലിരുപ്പം പോലെ ഇരിക്കും, അല്ലേ. അത് ചിലപ്പോൾ ഇനി അടുത്തത് ചിലപ്പോൾ ഏതെങ്കിലും മരങ്ങളായിട്ടായിരിക്കും വരിക. അത് കഴിഞ്ഞ പിന്നെ പക്ഷിജാലങ്ങളായിട്ടായിരിക്കും വരിക. ഓക്കെ, അല്ലെ. അപ്പൊ 84 ലക്ഷം ജീവജാലങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു ഈ മനുഷ്യ ശരീരം കിട്ടാനായിട്ട്. അത് വളരെ വിലപ്പെട്ടതാണ്. ഇത് നമ്മൾ പാഴാക്കരുത്, അല്ലെ. മുതിർന്ന ആചാര്യന്മാരുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന്
നിങ്ങളുടെ ജീവിതം എന്താണ് വിജയകരമാക്കും എന്ന് ആ ഭക്തൻ പറയുന്നു. അതാണ് ഭജഗുരേ മന ശ്രീ നന്ദനന്ദന അഭയ ചരണ അരവിന്ദരെ എന്ന് അദ്ദേഹം പാടിയത്, അല്ലെ ശ്രീ കവിരാജ്. അപ്പോ നമ്മുടെ കൃഷ്ണാബോധത്തിൽ നാം പുരോഗമിക്കുമ്പോൾ നമുക്ക് മനസ്സിനെയും നിയന്ത്രിക്കാൻ പറ്റും, അല്ലെ. ഹരേ കൃഷ്ണ മഹാമന്ത്രം കൊണ്ട് നമ്മുടെ മോശമായ ചിന്തകൾ, പ്രവൃത്തികൾ നമ്മെ വിട്ടുപോകും, അല്ലെ. നമ്മുടെ കൃഷ്ണാബോധത്തില് നമ്മൾ ഉറച്ചു നിന്നാൽ മതി. അതാണ് പ്രഭുപാദർ എപ്പോഴും 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 നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ്? നെവർ ലീവ് ഇസ്കോൺ. നമുക്ക് നമ്മുടെ കൂടെ അടുത്തിരിക്കുന്നവരെയൊന്നും അത്ര പിടിച്ചെന്ന് വരില്ല. പലരോടും പല എന്താണ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാണും, അല്ലെ. നമ്മളതൊന്നും നോക്കേണ്ടാവില്ല, നമുക്കതൊന്നും ചെവിക്കൊണ്ട ആവശ്യമില്ല. മനസ്സിലായില്ല? കഴിഞ്ഞ പ്രാവശ്യം ഒരു രണ്ട് മാതാജിമാര് ഭയങ്കര വഴക്കായി. എന്തിനോ കാര്യത്തിന് അവര് തമ്മിൽ ഉടക്കി. അപ്പോ ഒരു മാതാജിയാണ് തേ തേ എന്ന് പറഞ്ഞ് നിൽക്കണം, മറ്റേ മാതാജി മിണ്ടാതെ നിൽക്കുന്നു. ആ ഞാനപ്പൊ പിന്നെ മറ്റേ മാതാജി മിണ്ടാകുന്ന മാതാജി പിന്നെ കണ്ടപ്പോൾ പറഞ്ഞു, നമുക്കങ്ങനെ പലരെയും സഹിക്കേണ്ടി വരും, നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന ആ സേവ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വേണം നമ്മൾ ശ്രമിക്കാനായിട്ട്. നമ്മൾ ഒരാളെ മാത്രം കണ്ടാൽ മതി. ആരെ കാണണം? ഭഗവാനെ കാണണം. വേറെ ആരെയും കാണേണ്ട ആവശ്യം, വേറെ ആരെയും മോഹം കാണേണ്ട ആവശ്യമില്ല. ചിലരുടെ മോഹം ഇങ്ങനെ ഇരിക്കും, ചിലരുടെ മോഹം ഇങ്ങനെ ഇരിക്കും, ചിലരുടെ മോഹം ഇങ്ങനെ ഇരിക്കും. നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കും, അല്ലേ. നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അല്ലേ. നമ്മൾ ആരെ മോഹം നോക്കണം? ഭഗവാൻ നോക്കൂ, എന്ത് രസമാണ് ഭഗവാന്റെ മുഖം കാണാനായിട്ട്, അല്ലേ. നമ്മൾ ആരെയും വേറെ ആരെയും സന്തോഷിപ്പിക്കാനല്ല ഇവിടെ വന്നത്. പിന്നെ ആരെ സന്തോഷിപ്പിക്കാനാണ് വരുന്നത്? ഭഗവാനെ സന്തോഷിപ്പിക്കാനാണ് വരുന്നത്. നമ്മൾ അത് മാത്രം കിട്ടാൽ മതി. അപ്പോ നമുക്കിങ്ങനെ ആരോടെങ്കിലുമൊക്കെ ഒരു വിരോധം നമ്മുടെ മനസ്സിൽ തോന്നിയാൽ, ഒരു ദേഷ്യം, ഒരു വെറുപ്പ്, ഒരു വൈഷമ്യം നമുക്ക് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് വൃത്തികേടാവും. ഇപ്പൊ ഞാനൊരു കഥ പറഞ്ഞു കൊടുത്തു. ഒരു പയ്യൻ ഒരു ടീച്ചറോട് പറഞ്ഞു, എനിക്ക് പലരോടും ദേഷ്യമാണ്, എനിക്ക് സ്കൂളിലോട്ട് വരാൻ തന്നെ തോന്നുന്നില്ല, അല്ലേ. അത് ഞാൻ എന്താ ചെയ്യേണ്ടത് ടീച്ചറെ എന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ പറഞ്ഞു, നീ ഇന്ന് പോയിട്ട് ഒരു സഞ്ചി എടുക്കണം. ആ സഞ്ചിക്കകത്ത് ഒരു 10 പൊട്ടറ്റോ, അതായത് ഉരുളക്കിഴങ്ങിടണം. ഉരുളക്കിഴങ്ങിട്ടിട്ട് നീ എവിടെ പോയാലും നീ അത് കൊണ്ട് പോകണം എന്ന് പറയും. ടീച്ചർ പറഞ്ഞു കൊടുക്കണം ഈ കുട്ടിയോട്. ഈ കുട്ടി വിചാരിച്ച് ഉരുളക്കിഴങ്ങും ഇതായിട്ട് എന്ത് ബന്ധം, ടീച്ചർ എന്താ പറയണേ, എന്നാലും ശരി ടീച്ചർ പറഞ്ഞല്ലേ അനുസരിക്കാന്ന് പറഞ്ഞിട്ട് ഒരു വീട്ടിൽ പോയി ഒരു സഞ്ചി എടുത്ത് ഒരു 10 ഉരുളക്കിഴങ്ങ് അതിലിട്ടിട്ട് ഇയാള് എവിടെ പോയാലും സ്കൂളിൽ വരുമ്പോൾ അത് സ്കൂളിലോട്ട് കൊണ്ടുവരും, ഇല്ലേ. തിരിച്ചു വീട്ടിൽ പോകുമ്പോൾ തിരിച്ചു വീട്ടിൽ കൊണ്ടുപോകും, കക്കൂസ് പോകുമ്പോൾ കക്കൂസിലോട്ട് കൊണ്ടുപോകും, അല്ലെ. കുളിക്കാൻ പോകുമ്പോൾ അതിന്റെ ഇരട്ടത്ത് വെച്ചിട്ടാണ് കുളിക്കും. എവിടെ പോയാലും ഇത് കൈ വിടരുന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ. അതിങ്ങനെ കൈ കൊണ്ടുനടക്കും, അല്ലെ. ഉറങ്ങുമ്പോൾ തൊട്ടടുത്ത് വെച്ചിരിക്കണം. അങ്ങനെ ഇത് എവിടെ പോയാലും കൊണ്ടു നടന്ന് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോ ഇതിൽ നിന്നൊരു ഒരു നാറ്റം വരാൻ തുടങ്ങി, അത് അഴുകി തുടങ്ങി, അല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് സഹിക്കാൻ പറ്റാത്ത നാറ്റമായി. പിറ്റേന്ന് വന്ന് ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ ഞാൻ അത് കൊണ്ടുവന്നില്ല, കാരണം അത്രയ്ക്ക് നാറ്റമാണ്. അയ്യോ, അത് അഴുവി പുഴുവി എന്താ ഇങ്ങനെ അതിൽ നിന്ന് എന്തൊക്കെയോ ഒലിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ അത് തൊട്ടില്ല, ഞാൻ സഞ്ചി എടുത്ത് അവിടെ വീട്ടിൽ വെച്ചിട്ട് വന്ന് എനിക്കത് കൊണ്ടുവരാൻ പറ്റത്തില്ല, ഇവിടെയൊക്കെ ഭയങ്കര നാറ്റമായിരിക്കും, എല്ലാവർക്കും ഭയങ്കര നാറ്റമായിരിക്കും, എല്ലാവരും കൂടെ എന്നെ ഓടിച്ചിട്ടടിക്കുന്നു. അപ്പൊ ടീച്ചർ പറഞ്ഞു, യെസ്, ഇതാണ് എനിക്ക് വേണ്ടത്. അപ്പോ നിന്റെ മനസ്സിലുള്ള ആ ദുഷിപ്പുണ്ടല്ലോ, നിന്റെ മനസ്സിലുള്ള വിഷമം, നിന്റെ മനസ്സിലുള്ള മറ്റുള്ളവരുടെ വെറുപ്പ്, അതാണ് ഈ ഉരുളക്കിഴങ്ങ്, അല്ലെ. ആ ഉരുളക്കിഴങ്ങ് എന്തായിരുന്നു? നിന്റെ മനസ്സിലുള്ള വിഷമായിരുന്നു, അല്ലെങ്കിൽ ആ വെറുപ്പായിരുന്നു, ഒരു അമർഷമായിരുന്നു ആൾക്കാരോട്, മറ്റുള്ളവരോട്, അല്ലെ. അതിങ്ങനെ നീ കൊണ്ടു നടന്നാൽ എന്ത് സംഭവിക്കും? കുറെ കാലം കഴിയുമ്പോൾ അത് ചീഞ്ഞളിഞ്ഞ് നാറി ഈ പരുവാവും, അല്ലെ. നിന്റെ ശരീരത്തിൽ തന്നെ നിനക്ക് അസുഖങ്ങൾ പിടിക്കും. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ നാറി ചീഞ്ഞളിഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കി എല്ലായിടത്തും ബാധിക്കില്ലേ, അല്ലേ. തലയ്ക്ക് മാത്രമല്ല, ബുദ്ധിക്ക് മാത്രമല്ല, പിന്നെ അത് കയ്യിലാട്ടും കാലോട്ടും, പിന്നെ കൈയും കാലും ഒക്കെ നടക്കാതെ പറ്റും, അല്ലേ. കുഴഞ്ഞു വീഴും, നീ സ്തംഭിച്ചു പോവും, പാരലൈസ് ആവും, ഇതൊക്കെ നടക്കും, അല്ലേ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ എന്താണ്, ഉരുളക്കിഴങ്ങിനെ വലിച്ചെറിയണം, വലിച്ച് കാട്ടിലോട്ട് എറിയണം, അല്ലേ. ആ നാറ്റവും ആ പുഴുപ്പും എല്ലാം കൂടെ കൊണ്ട് ഒരൊറ്റ എറി അങ്ങ് എറിഞ്ഞു കൊടുക്കണം. ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ആ അഴുക്ക്, അല്ലെ, നമ്മുടെ ഉള്ളിലുള്ള വിഷമം, ആ ആ വിമിഷ്ടം, അല്ലെ, ആ എന്താണ്, മറ്റുള്ളവരോടുള്ള താല്പര്യക്കുറവ്, മറ്റുള്ളവരോടുള്ള ദേഷ്യം, മറ്റുള്ളവരോടുള്ള എന്താണ് അത് അങ്ങെടുത്ത് വലിച്ചെറിയും.
ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ഈ രണ്ട് മാതാജിമാരും ഇരട്ടക്കുട്ടികളെ പോലെ ഇരിക്കണം, അല്ലെ, പരസ്പരം കെട്ടിപ്പിടിച്ചിരിക്കുന്നു. ഏഹ് കാരണം അവർക്കത് മനസ്സിലായി, അല്ലെ, അവരത് മനസ്സിലാക്കിയപ്പോൾ അതിനനുസരിച്ചിട്ട് അവര് പെരുമാറി. ദേ ആർ വെരി ഹാപ്പി നോ. അവർക്ക് ഒരു വിഷമവും ഇപ്പൊ ഇല്ല, അല്ലെ. കാരണം നമുക്ക് അങ്ങനെ തോന്നിയിട്ട് കഥയില്ല. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് എല്ലാം എന്നിൽ അർപ്പിച്ചിട്ട് നീ നിന്റെ ജോലി ചെയ്യുക, അല്ലെ, സർവം എന്നിൽ അർപ്പിക്കുക. സർവം കൃഷ്ണാർപ്പണം വർത്തു മസ്തു. ഏ, അപ്പോൾ നമ്മുടെ കൃഷ്ണാപൂരത്തിൽ നാം, അല്ലെ, നാം പുരോഗമിക്കുമ്പോൾ നമുക്ക് മനസ്സിനെയും നിയന്ത്രിക്കാൻ പറ്റും, അല്ലെ. എന്താണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം കൊണ്ട് നമ്മുടെ മോശമായ ചിന്തകളും എന്താണ് പ്രവൃത്തികളും നമ്മെ വിട്ടുപോകും. പതുക്കെ 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 നമ്മൾ പോലും അറിയാതെ എന്ത് ചെയ്യും, ഇതെല്ലാം നമ്മളെ വിട്ടുപോകും. ആ ദേഷ്യവും വിദ്വേഷവും ആവശ്യമില്ലാത്ത സ്വഭാവങ്ങളെല്ലാം നമ്മൾ വിട്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്കതല്ലേ വേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സന്തോഷമായിട്ട് ഇരുന്നൂടെ, അതെ, വളരെ സമാധാനമായിട്ട് ഇരുന്നൂടെ. അതാണ് വേണ്ടത്. സോ അപ്പൊ നമ്മൾ ഒരിക്കലും ക്യാരി ഫോർവേഡ് ആവും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിനകത്ത് ഈ വിദ്വേഷങ്ങൾ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അത് ചീഞ്ഞളിഞ്ഞ എന്താണ് ഉരുളക്കിഴങ്ങ് പോലെ ആയിട്ട്. അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാം. അപ്പൊ നമ്മുടെ കുഴപ്പം എന്താണ്? നാം ആവശ്യപ്പെടുന്നതൊന്നും ഭഗവാനിൽ നിന്നും കിട്ടാതെ വരുമ്പോൾ നാം ഭഗവാനെ സംശയിച്ചു തുടങ്ങും. എല്ലാരും പറയുന്നത് ഇത് സൂപ്പർ, അല്ലേ, സൂപ്പറാണ്, അല്ലേ, എന്താണ് ഏറ്റവും എന്താണ് സൂപ്പറായിട്ടുള്ള ഭഗവാനാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് തോന്നും? നമുക്ക് സംശയം വരും, നമ്മുടെ ഉള്ളിൽ സംശയം വരും. ഇത് ഈ പറയണൊക്കെ ശരിയാണോ? അല്ലേ, ഏഹ് ഇതൊക്കെ ശരിയാണോ, ഇതൊക്കെ വെറും മിത്താണോ എന്ന് നമുക്ക് ഒരു സംശയം വരും. അങ്ങനെയല്ല വേണം. പിന്നെയോ, ഒരു എന്താണ് ശുദ്ധഭക്തൻ ഒന്നും തന്നെ ഭഗവാനോട് ആവശ്യപ്പെടുകയില്ല. അവർ കൃഷ്ണപ്രേമം മാത്രമാണ് ആവശ്യപ്പെടുന്നത്, അല്ലെ. ഒരു ശുദ്ധഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് യാതൊരു ആഗ്രഹങ്ങളുമില്ല. ഈ ആഗ്രഹങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ആഗ്രഹങ്ങൾ അത് നടക്കാതെ വരുമ്പോൾ നമുക്ക് ദേഷ്യം വരും. ഭഗവാനെ പോലും നമ്മൾ വെറുത്തു, അല്ലേ, വെറുക്കും. നമ്മുടെ മനസ്സ് അങ്ങനെയാണ്. പിന്നെ മായാദേവി നമുക്ക് അതിനുവേണ്ടി ഇങ്ങനെ ഇങ്ങനെ തടവി 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 തരും, അല്ലേ, ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് തരും. ചെയ്യും, അങ്ങനെ ചെയ്യും, ഭഗവാൻ കൊള്ളത്തില്ല എന്ന് പറയും, അല്ലേ. അപ്പൊ ശുദ്ധഭക്തൻ ഒന്നും തന്നെ ഭഗവാനോട് ആവശ്യപ്പെടുന്നില്ല. അവർ കൃഷ്ണപ്രേമം മാത്രമാണ് ആവശ്യപ്പെടുന്നത്, അല്ലെ. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് മറ്റുള്ള അമ്പലങ്ങളിൽ പോകാൻ പാടുണ്ടോ എന്ന്. എന്താ പോയാല് ഒരു കുഴപ്പമില്ല, പോവാം, അല്ലെ. അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവരുടെ കയ്യിലൊക്കെ ഇഷ്ടംപോലെ കൃഷ്ണപ്രേമമുണ്ട്. അതിൽ നിന്ന് ഒരു ഇച്ചിരി തരണം എന്ന് മാത്രമേ നമ്മൾ ആവശ്യപ്പെടാം, അല്ലെ. ഭഗവാനെ ഇപ്പൊ ശിവഭഗവാന്റെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ, അല്ലെ, അവിടെ ചെന്നിട്ട് ഏഹ് കുറച്ച് കൃഷ്ണപ്രേമം എനിക്ക് കൂടെ തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹി വിൽ ബി വെരി ഹാപ്പി. ഭഗവാനെ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ എന്റെ ഭഗവാന്റെ സ്നേഹമല്ലേ ഞാൻ ദാ ഇഷ്ടം പോലെ തന്നിരിക്കുന്നു, അല്ലെ. ശിവഭഗവാനെ കുറിച്ച് അറിയാലോ, ക്ഷിപ്രപ്രസാദിയാണ്. ഭയങ്കരമായിട്ട് പ്രസാദിക്കും. അത് തരുമ്പോ ചില്ലറയും തരത്തില്ല, ഒത്തിരി തരും. അതുകൊണ്ട് ഇഷ്ടം പോലെ നമുക്ക് കൃഷ്ണപ്രേമം കിട്ടും. നമുക്കതല്ലേ വേണ്ടത്. അത് മേടിച്ചിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക, അല്ലെ. അവിടെ പിന്നെ പെണ്ണ് കനക്കരുത്. അവർ കൃഷ്ണപ്രേമം മാത്രമാണ് ആവശ്യപ്പെടുന്നത്. നമുക്ക് കൃഷ്ണപ്രേമം കിട്ടണമെങ്കിൽ, കിട്ടുമ്പോൾ കൃഷ്ണ കൃപ കിട്ടുമ്പോൾ ഭൗതികത ഭൗതികതയുള്ള നേട്ടങ്ങളും താനേ വന്നു ചേരും. നമ്മൾ അത് ചോദിച്ചു വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മള് അച്ഛനെ അമ്മയും കാണാൻ പോവാണ്, അല്ലെ. നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങൾ കാണും. പക്ഷെ നമ്മളോട് പോയി പറയേണ്ട ആവശ്യമില്ല. കാര്യം എന്താണ്? നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അത് കറക്റ്റായിട്ട് അറിയാം എന്താ വേണ്ടത്, നമ്മൾ എന്തിനാ വന്നത്, അല്ലെ. തിരിച്ചു വരാൻ നേരത്തെ മോളെ നീ ഇതും കൂടെ വെച്ചോ, ഒരു ബസ്സിലേക്ക് ഇരിക്കട്ടെ, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് കപ്പ് കുടിക്കട്ടെ, കപ്പ് കുടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താണോ മനസ്സിൽ കണ്ടത് അത് തന്നു. നമ്മൾ പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യമില്ല. അച്ഛനും അമ്മയാണ് അത്, ഈ ജന്മത്തിലെ അച്ഛനും അമ്മയും. അപ്പൊ ഈ എല്ലാ ജന്മങ്ങളുടെയും പുറകോട്ട് പോയി കഴിഞ്ഞാല് നമ്മുടെ ഏറ്റവും വലിയ അച്ഛനും അമ്മയും ആരാണ്? നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്, അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് ഭാവഗ്രാഹി ജനാർദ്ദനാണ്. അദ്ദേഹത്തിന് നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാം, നമ്മുടെ ആവശ്യം എന്താണെന്ന് അറിയാം. അതനുസരിച്ച് അദ്ദേഹം തരും. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഭൗതികതയായിട്ടുള്ള നേട്ടങ്ങളും താനേ വന്നു ചേരും. നമ്മുടെ സുധാമ, നമ്മളെല്ലാവരും കുചേല എന്ന് വിളിക്കുമെങ്കിലും കുചേല എന്ന് വിളിക്കാൻ പാടില്ല, അദ്ദേഹത്തിന് സുധാമ എന്നാണ് വിളിക്കാം, അല്ലെ. അദ്ദേഹം എന്തിന് ഭഗവാന്റെ അടുത്ത് ചെന്നപ്പോ ഇതെല്ലാം മറന്നുപോയി, അല്ലേ. പോയ കാര്യങ്ങളെല്ലാം മറന്നുപോയി. അതെല്ലാം കണ്ട് സതീർത്ഥനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി, കെട്ടിപ്പിടിച്ച ഒരു, അല്ലെ, അവര് ആഹാരമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. എന്നിട്ട് വൈകിട്ടായപ്പോ തിരിച്ചു പോകുന്നു. തിരിച്ചു വരുന്ന വഴിക്കാണ് ഓർത്തത്, അയ്യോ, ഞാൻ ഇന്നൊന്നും ചോദിച്ചില്ലല്ലോ ഭഗവാൻ, ഞാനിപ്പോ വീട്ടിൽ പോയി ഭാര്യയോട് എന്ത് പറയും എന്ന് ചോദിക്കും, അല്ലെ. അത് കുചേല വൃത്തമാണെന്ന് തോന്നുന്നു. കുചേല ചത്രം അങ്ങനെ കണ്ടൊരു സിനിമ, അല്ലെ. നാളെ നാളെ എന്നായിട്ട്
ഭഗവാനെ കാണാനിത്ര നാളും പുറപ്പെടാത്ത ഞാൻ ഇന്നു ചെല്ലുമ്പോൾ, അല്ലേ? ഇത്രയും കാലമായിട്ട് ഭാര്യ എന്നോട് പറയുന്നുണ്ടായിരുന്നു, അല്ലേ? മനുഷ്യ, നിങ്ങൾ അദ്ദേഹത്തിന് ഒന്ന് പോയി കാണാൻ, നിങ്ങളുടെ സതീർത്ഥത്തിന് ഭയങ്കര രാജാവല്ലേ, അദ്ദേഹം എന്തെങ്കിലും തരാതിരിക്കൽ നമ്മുടെ ഈ ദാരിദ്ര്യമൊക്കെ മാറും. ഹെ, അത് ശരിയല്ല. സതീർത്ഥനോട് അങ്ങനെ ചോദിക്കാൻ പാടില്ല. അത് തെറ്റല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ ഒരു സതീർത്ഥന്റെ അടുത്ത് പോകുന്നത് എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രാവശ്യം ഭാര്യ ഇങ്ങനെ, അല്ലേ, തള്ളുമ്പോഴും അദ്ദേഹം ഇങ്ങനെ നാളെ നാളെ എന്നായിട്ട് നാളെ പോവാം നാളെ പോവാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ട് ഇന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നെ അറിയുമോ എന്തോ, എന്ത് സംഭവിക്കുമോ എന്തോ എന്നുള്ള ഒരു വ്യാകുലതയിലാണ് അദ്ദേഹം പോകുന്നത്, അല്ലെ? എന്ത് രസമായിട്ടെന്നറിയാതെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്റെ മനസ്സിൽ ഇപ്പോഴും അതുണ്ട്, അല്ലെ? അപ്പൊ അതാണ്. പക്ഷേ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ തിരിച്ചു വന്നപ്പോ എന്ത് സംഭവിച്ചു? അതിനേക്കാൾ വലിയൊരു കൊട്ടാരമാണ് ദാ ഇവിടെ ഭഗവാൻ തന്നിരിക്കുന്നത്, അല്ലേ? കുശാലൻ തിരിച്ചു വന്നപ്പോ അന്തം വിട്ടു, ഇല്ലേ? ഞാൻ തിരിച്ച് ഭഗവാന്റെ അടുത്ത് തന്നെ എത്തിയോ? ഭഗവാന്റെ കൊട്ടാരം വഴി മാറിപ്പോയോ? അയ്യോ! അപ്പൊ കാണാം, വിളക്കുമായിട്ട് നല്ല സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ നല്ല പട്ടുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി വരുന്നു. നാഥാ, ഇത് നിങ്ങളുടെ വീട് തന്നെയാണ്, വരൂ, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. അപ്പോഴാണ് അദ്ദേഹം കണ്ണു വന്നു, ശരിയാണല്ലോ, ഇത് അതുപോലെ തന്നെ ഇരിക്കണല്ലോ, എന്റെ ഭാര്യ പോലെ തന്നെ ഇരിക്കണല്ലോ, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? നിങ്ങൾ അങ്ങോട്ട് പോയതും ഇവിടെ ഇതെല്ലാം മറിമായി ഇങ്ങനെ സംഭവിച്ചു. എല്ലാം ഭഗവാൻ നമുക്ക് ആവശ്യമുള്ള എല്ലാം തന്നു എന്ന് പത്നി പറഞ്ഞപ്പോഴാണ്, ഭാര്യ പറഞ്ഞപ്പോഴാണ്, അല്ലെ, സുധാമയ്ക്ക്, കുചേലന് അത് മനസ്സിലാവുന്നു. കുചേല എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയുന്ന കാര്യം വെച്ചാല്, കുചേലനും ഭഗവാനുമായിട്ടുള്ള ബന്ധം നമുക്കറിയാമല്ലോ, അല്ലെ? അവർ കാണുമ്പോൾ എപ്പോഴും കെട്ടിപ്പിടിക്കുന്നവരാണ്, ആലിംഗനം ചെയ്യുന്നവരാണ്. അത്രയ്ക്കും അടുത്ത ബന്ധമുള്ളവരാണ്, സതീർത്ഥരാണ്, കൂടെ പഠിച്ചവരാണ്, അല്ലെ? ഗുരുകുലത്തിൽ ഒന്നിച്ച് പഠിച്ചിരുന്നതാണ്. ഉം. അദ്ദേഹം രാജാവായി, ഇദ്ദേഹം ഭിക്ഷക്കാരനായി, അത്രേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം ഭഗവാന്റെ നാമം ഇങ്ങനെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളായിരുന്നു. ആര്? കുചേലൻ. കുചേലന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവനെ എന്നാണ് കുചേല. ചേല എന്ന് പറഞ്ഞാൽ വസ്ത്രം, അല്ലെ? കുചേല എന്ന് പറഞ്ഞാൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവൻ കുചേലൻ. ഭഗവാന്റെ ഇത്രയും ഇന്റിമേറ്റ് അടുത്തുള്ള ഒരു ഭക്തന്, അല്ലെങ്കിൽ കൂട്ടുകാരനെ നമ്മള് കുചേല, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അത് ഇഷ്ടപ്പെടുമോ? കുചേലനൊന്നും തോന്നുന്നില്ല. പക്ഷെ ഭഗവാൻ വിചാരിക്കും, ആഹാ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമായോ, അല്ലേ? നിനക്ക് ഞാനിതെല്ലാം തന്നോണ്ടല്ലേ നിനക്ക് ഇങ്ങനെ ഇങ്ങനെ എന്റെ കൂട്ടുകാരനെ ഇങ്ങനെ കളിയാക്കാൻ നിനക്ക് അവസരം കിട്ടിയത്, അല്ലേ? അല്ലേ? എന്ന് ഭഗവാന് ചിലപ്പോൾ തോന്നും, കുചേലന് തോന്നില്ല. ഭഗവാനോടുള്ള ഒരു എന്താണ്, നമ്മളത് ശരിയെന്ന് ശരിയില്ല. അതുകൊണ്ടാണ് കുചേല എന്ന് നമ്മൾ, മലയാളികൾ മാത്രമേ അങ്ങനെ വിളിക്കാൻ കേട്ടിട്ടുള്ളൂ, അല്ലേ? ബാക്കി എല്ലാവരും സുധാമ സുധാമ എന്നാണ് വിളിക്കുക. അദ്ദേഹത്തിന്റെ പേര് സുധാമ എന്നാണ്, അല്ലേ? Okay. അപ്പോ ഈ എന്താണ്, ഭൗതിക നേട്ടങ്ങൾ നമുക്ക് താനേ വന്നു ചേരും. അതാണ് നമ്മളിപ്പോ പറഞ്ഞ കഥ, അല്ലേ? ആവശ്യപ്പെടേണ്ടത് ആവശ്യമില്ല, അല്ലേ? നമുക്ക് ആവശ്യപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അതിനൊക്കെ കാരണം നാം ശുദ്ധമായ കൃഷ്ണപ്രേമ അവസ്ഥയിൽ, അല്ലെ, എത്തിച്ചേർന്നിട്ടില്ല എന്നതാണ്. നമ്മൾ എന്തുകൊണ്ടാണ് അവിടെ പോയിട്ട് എനിക്കൊരു 10 കിലോ അരി വേണമായിരുന്നു, അത് തരണം, പിന്നെ കുറച്ച് നെയ്യും വേണമായിരുന്നു, അല്ലെ, നമുക്ക് ബിരിയാണി വെക്കാനാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലേ? ശരിക്കും നമ്മളെ എന്താണ്, ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മളെ സിംഹക്കുട്ടികളാണ്, സിംഹത്തിന്റെ മക്കളാണ്. നമ്മളെല്ലാരും വിചാരിക്കുന്ന നമ്മൾ പൂച്ചക്കുട്ടികളാണ്, അല്ലെ? നമ്മളെ പൂച്ചക്കുട്ടികളല്ല, സിംഹക്കുട്ടികളാണ്. ഏറ്റവും വലിയ ശക്തമാൻ ഭഗവാൻ, അല്ലെ, ഏറ്റവും വലിയ ധനികന്റെ മകനാണ്. നമ്മൾ അവിടെ പോയി ഈ കുപ്പിച്ചില്ലിൽ ചോദിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നമ്മുടെ ഏഹ്, ധ്രുവ മഹാരാജ് ചോദിച്ചതുപോലെ, അല്ലേ? ഏഹ്, അപ്പൊ നമ്മൾ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഭഗവാൻ അറിഞ്ഞു തരും നമുക്ക്. നമുക്ക് അറിഞ്ഞ് ആവശ്യമുള്ളതേ തരത്തുള്ളൂ എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പൊ ഇവിടെ ഭഗവാൻ എന്താ പറയുന്നത്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്നാണ്, അല്ലെ? നാം എന്താണ്, മറ്റു ധർമ്മങ്ങളൊക്കെ മുറുകെ പിടിച്ചിരുന്നാൽ അതെങ്ങനെ സാധിക്കും? നാം ഭഗവാന് വേണ്ടി ചെയ്യുന്നതൊക്കെ ശരിയായ പാതയിലാണോ എന്ന് ചിന്തിച്ച് വിഷമിക്കേണ്ടതില്ല. ഭഗവാനെ സന്തോഷിപ്പിക്കാൻ മാത്രമാണ് എന്താണ്, നാം ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അത് ശരിയായ പാതയിൽ തന്നെ ആയിരിക്കും. ആനുകൂല്യന കൃഷ്ണാനുശീലനം, അല്ലെ? ഭഗവാൻ എന്താണോ ആവശ്യം, ഭഗവാൻ എന്താണോ താല്പര്യം, ഭഗവാൻ എന്താണോ ഇഷ്ടം, അത് മാത്രം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ആനുകൂല്യേന കൃഷ്ണാനുശീലനം എന്ന് പറയുന്നത്, അല്ലെ? കാരണം, അല്ലെ, ശരിയായിട്ടുള്ള വഴി ഭക്തിയുടെ സേവന പാതയാണ്. നാം ചിലപ്പോൾ പണം സമ്പാദിക്കാൻ മിടുക്കനായിരിക്കാം, നല്ല ഭർത്താവ് അല്ലായിരിക്കാം, അല്ലെ? മിടുക്കൻ അല്ലായിരിക്കാം, നല്ല ഭർത്താവ് അല്ലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ നല്ല ഭാര്യ അല്ലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ നല്ല മക്കളല്ലായിരിക്കാം, അല്ലെ? ചിലപ്പോൾ നമ്മൾ നല്ല മകനോ മകളോ അല്ലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ നല്ല മരുമകനോ മരുമകളോ ആയിരിക്കും, അല്ലായിരിക്കാം.
അല്ലെ? അത് പ്രശ്നമേ അല്ല. അത് പ്രശ്നമല്ല. കാരണം നാം എന്തിനാണ് ശ്രമിക്കേണ്ടത്? ഭഗവാനെ പ്രീതിപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത്. അല്ലെ? ഭഗവാൻ പ്രീതിപ്പെടുമ്പോൾ ഇതെല്ലാം നേരെയായിരിക്കും. ഇതെല്ലാം നേരെയാവും ഭഗവാൻ പ്രീതിപ്പെട്ടു കഴിഞ്ഞാൽ. ഒരാള് മാത്രം മാം ഏകം ശരണം വ്രജ, ആ ഒരാളെ മാത്രം സന്തോഷമാവുമ്പോ എല്ലാം ക്ലിയർ ആയെന്ന്. അല്ലേ? ഇപ്പോ എന്താണ്, ഇപ്പൊ എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും ഭഗവത് സേവയിൽ നിന്നും വ്യതിചലിക്കരുത്. അതാണ് ശ്രീല പ്രഭുപാദ് എപ്പോഴും പറയും. നിങ്ങൾ ഒരിക്കലും കൃഷ്ണാബോധത്തിൽ നിന്നും വ്യതിചലിക്കരുത്. കാരണം അങ്ങനെ ചെയ്താൽ നമ്മളൊക്കെ എന്ത് സംഭവിക്കും? നമ്മുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും? ഈ മീനിനെ കരയിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ മീൻ പിടയ്ക്കില്ലേ? അതുപോലെ കിടന്ന് പിടയ്ക്കും നമ്മൾ. അല്ലേ? കാര്യം എന്താണ്? നമുക്ക് ഈ കരയിൽ ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ഭക്തിയുടെ സേവനത്തിൽ അല്ലെങ്കിൽ ആ സമുദ്രത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലേ? ഏഹ് അപ്പോ അങ്ങനെ ഒരു നില നമ്മൾ വരുത്തി വെക്കാൻ പാടില്ലെന്നാണ് ശ്രീല പ്രഭുപാദ് എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അല്ലേ? ശ്രീല പ്രഭുപാദ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാരണമുണ്ടെന്ന് നമ്മൾ അറിയുന്നത്. അല്ലേ? തീർച്ചയായിട്ടും അതിനൊരു കാരണമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. അതിന് ഭയമുണ്ട്. ഭക്തിയുടെ സേവ ചെയ്യുമ്പോൾ എന്തെങ്കിലും പാക പറ്റിയാൽ കൂടി ഭഗവാൻ നമ്മുടെ സേവ ചെയ്യാനുള്ള ഭഗവാൻ ഭാവമാണ് കാണുക. അല്ലേ? നമ്മളിപ്പോ എന്തെങ്കിലും തെറ്റിപ്പറ്റി അബദ്ധം പറ്റും, അത് കലികാലമാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. അല്ലേ? തെറ്റ് നമ്മുടെ കൂടപ്പിറപ്പാണ്. നമ്മളെ സംഭവിച്ചു പോകും, അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. പക്ഷെ അറിയാതെ തെറ്റിപ്പോയാലും ഭഗവാൻ എന്താ കാണുന്നത്? നമുക്ക് ചെയ്യാനുള്ള ഭാവമാണ്, നമുക്ക് ആ സേവ ചെയ്യാനുള്ള ഭാവം. അല്ലേ? ഇപ്പൊ വിതുരരുടെ പത്നി എന്താ ചെയ്തത്? അല്ലേ? പഴത്തൊലിയാണ് ഭഗവാൻ കൊടുത്തുകൊണ്ടിരുന്നത്. അത് പാവമല്ലേ? അത് ചെയ്യാൻ പാടുണ്ടോ? പഴമല്ലേ കൊടുക്കണ്ടത്? പഴമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പഴത്തൊലിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഭഗവാൻ എന്ത് ചെയ്തു? അത് വളരെ മധുരത്തോടെ കഴിച്ചുകൊണ്ടിരുന്നു. ഭഗവാൻ എന്നിട്ട് പറഞ്ഞു, ഇത്രയും നല്ല പഴം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതെന്താണ്? ആ മാതാജിയുടെ ഭാവമാണ്. അല്ലെ? വിതുരരുടെ ഭാര്യയുടെ ഭാവം. ഭഗവാൻ എങ്ങനെയെങ്കിലും സേവിക്കണം എന്നുള്ള ആ ഭാവം. അല്ലെ? വേറെ അചഞ്ചലമായിട്ടുള്ള ഭാവം. അല്ലെ? അതാണ് ഭഗവാൻ കണ്ടത്. അതുകൊണ്ടാണ് ഈ തൊലിയൊക്കെ കഴിച്ചുകൊണ്ടത്, വളരെ മധുരമായിട്ട് കഴിച്ചുകൊണ്ടത്. അല്ലെ? അപ്പോ ഭഗവാൻ നമ്മുടെ സേവ ചെയ്യാനുള്ള ഭാവമാണ് കാണുക. ഭഗവാൻ അതിന്റെ അന്തിമ ഫലത്തെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല. അത് ശരിയായി വരുന്നോ അല്ലെങ്കിൽ തെറ്റായി വരുന്നോ എന്ന് നമ്മൾ നോക്കി. നമ്മൾ ഈ ചിലപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ദോശ ചുട്ട് പഠിക്കുമ്പോൾ ഇതാരാണെന്ന് നോക്കിക്കോട്ടെ. അതുകൊണ്ട് തന്നെ ഒരു ഭക്തിയുടെ സേവ ഒരിക്കലും ഒരു പരാജയമോ നഷ്ടമോ ആകുന്നില്ല. ഭാര്യയോ ഭർത്താവോ മക്കളോ ജോലിയോ പണമോ വീടോ ഒന്നുമില്ലെങ്കിൽ പോലും നമുക്ക് നാമം ജപിക്കാൻ പറ്റും. ഭഗവത് സേവയും ചെയ്യാനൊക്കെ. അതിനേക്കാളും പ്രധാനമായി ഒന്നും തന്നെയില്ല. മറ്റെന്തൊക്കെ അല്ലെ, എന്തിനൊക്കെ കുറിച്ച് നമുക്ക് ഭൗതിക ജീവിതം എന്താണ് ത്തിലുണ്ടായാലും നാം ആത്മീയമായി ഉയർന്നു നിൽക്കുകയാണെങ്കിൽ അല്ലെ, എല്ലാ കുറവുകളും അത് പരിഹരിക്കും. ഭഗവാനും ഭക്തിയുടെ സേവനത്തിൽ നാം ഒഴുകിയാൽ മറ്റ് മറ്റുള്ളവരെക്കാളും സന്തോഷമായും ആനന്ദമായും നമുക്ക് ഇരിക്കാൻ പറ്റും. അല്ലെ? അപ്പോ നമുക്ക് സന്തോഷമായിട്ടിരിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് വളരെ എന്താണ് ഭക്തിയോടുകൂടി മാത്രം ഇരുന്നാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഭക്തിയുടെ സേവനത്തിൽ നാം ഒഴുകിയിരുന്നാൽ മാത്രം മതി. നമുക്ക് എന്ത് കിട്ടും? സന്തോഷം കിട്ടും, ആനന്ദം കിട്ടും. അല്ലെ? നമുക്ക് സന്തോഷവും ആനന്ദവും നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നത്. നമുക്ക് എപ്പോഴും ബ്ലിസ് ആയിട്ടിരിക്കാൻ പറ്റും, സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. നമുക്ക് അതല്ലേ വേണ്ടത്. ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്തിനാണ്? അല്ലെ? എന്തിനാണ് കഷ്ടപ്പെടുന്നത്? നമ്മൾ സന്തോഷമായിട്ടിരിക്കാനാണ്. അല്ലേ? എവിടെ സന്തോഷം കിട്ടും എന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കും. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഭഗവാന്റെ സേവ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ബ്ലിസ് ആയിട്ടിരിക്കും, സന്തോഷമായിട്ടിരിക്കുമ്പോൾ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിൽ നാം ഒഴുകി അല്ലെ, മറ്റുള്ളവരെക്കാളും സന്തോഷമായും ആനന്ദമായും ഇരിക്കാൻ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോ ഒരു പ്രാവശ്യം ഒരു ദിവസം നമ്മുടെ സുശാന്ത പ്രഭു ഒരു ക്ലാസ്സിൽ പറഞ്ഞ എന്താണ്, നമുക്ക് 4 ഇഡ്ഡലി അല്ല 15 ഇഡ്ഡലി വരെ കഴിക്കാൻ പറ്റും. സന്തോഷം കൊണ്ട്. അല്ലേ? അപ്പൊ അതാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയേണ്ട എന്താണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അല്ലേ? അപ്പോ ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടിട്ട് എല്ലാ കാര്യവും വിട്ടിട്ട് ശരണം പ്രാപിക്കുക. അതെ, ശരണം പ്രാപിക്കും, ഭഗവാനെ ശരണം പ്രാപിക്കും. സോറി. ആനുകൂലേന കൃഷ്ണാനുശീലനം. അല്ലേ?
ഭഗവാന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഹരേർ നാമ കേവലം കലോ നാസ്തൈവ 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 ഗതിരഞ്ജനം. അപ്പൊ എന്താണ്? ഹരിനാമം അല്ലാതെ മറ്റൊരു മാർഗമില്ല, മറ്റൊരു മാർഗമില്ല, മറ്റൊരു മാർഗമില്ല. അപ്പൊ നമ്മളെപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുക, അല്ലെ? അതിലൊരല്പം പോലും നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല. സന്തോഷമായിട്ട്, അല്ലെ, നമ്മൾ ഭഗവാന് വേണ്ടി ആ ഒരു 16 റൗണ്ട് ജപിക്കുക. കൂടുതൽ ജപിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. 20-24 മാലയൊക്കെ ജപിക്കുന്ന, 34 മാല ജപിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാ ദിവസവും ജപിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പറ്റും. കാര്യം എന്താണ്? അവർക്ക് ആ താല്പര്യമാണ്, ഭഗവാനെ സേവിക്കണം എന്നുള്ളൊരു താല്പര്യമാണ്. ആ താല്പര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇത് പറ്റും, അല്ലേ? ഹരേർ നാമ ഇവ കേവലം കലോ നാസ്തൈവ നാസ്തൈവ ഗതിരന്യത. ഞാനിവിടെ നിർത്തുകയാണ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. പ്രഭുജി. ചോദിച്ചോട്ടെ മാതാജി. ചോദ്യമല്ല പ്രഭുജി, ഒരു കീർത്തനം ചൊല്ലിത്തരൂ, നല്ലൊരു കീർത്തനം. ഏത് കീർത്തനം? അടിപൊളി പാടട്ടെ. ഭഗവാന്റെ ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും പാടും. എനിക്കത് സന്തോഷമുള്ള കാര്യമാണ്. ഒരു സെക്കൻഡ്, ഞാനൊന്ന് എടുത്തോട്ടെ. അങ്ങനെ നമ്മുടെ 2 മണിക്കൂർ 2.5 മണിക്കൂറോളം എൻജോയ് ചെയ്തു. 3 മണിക്കൂറിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. താങ്ക് യു പ്രഭു. കൃഷ്ണ. ഒരു സെക്കൻഡ് ബ്രോ, നിങ്ങളുടെ പാടിക്കോട്ടെ. മാലജിയുടെ ഒരു ഇതല്ലേ, ഒരു അപേക്ഷയല്ലേ? ഗുരുവായൂരപ്പന്റെ ഓർഡർ. യെസ്. ഭജഹുരേ മന ശ്രീനന്ദനന്ദന അഭയ ചരണരവിന്ദരേ. ഭജഹുരേ മന ശ്രീനന്ദനന്ദന അഭയ ചരണരവിന്ദരേ. ദുർലഭ മാനവ ജനമ സത്സംഗേ, ദുർലഭ മാനവ ജനമ സത്സംഗേ തരോഹോ യേ ഭവ സിന്ധുരേ. ധരോഹോ യേ ഭവ സിന്ധുരേ. ഭജ ഹുരേ മന ശ്രീനന്ദനന്ദന അഭയ ചരണരവിന്ദരേ. ശീത ആതപ ബദബരസന, ശീത ആതപ ബദബരീസന യദി ന ജാമിനി ജാഗിരേ, യദി ന ജാമിനി ജാഗിരേ. വിഫല സേവിനു കൃപന ദുരജന, വിഫല സേവിനു കൃപന ദുരജന ಚಪಲ ಸುಖಲ ಭಲಾಗಿರೇ, ಚಪಲ ಸುಖಲ ಭಲಾಗಿರೇ. ಏ ಧನ ಯೌವನ ಪುತ್ರ ಪರಿಜನ, ಏ ಧನ ಯೌವನ ಪುತ್ರ ಪರಿಜನ ಇತೆ ಕಿಯಾಚೆ ಪರತೀತೆ ರೇ, ಇತೆ ಕಿಯಾಚೆ ಪರತೀತೆ ರೇ. ಕಮಲ ದಲ ಜಲ ಜೀವನ ತಲಮಲ, ಕಮಲ ದಲ ಜಲ ಜೀವನ ತಲಮಲ ಭಜಹು ಹರಿಪದ ನೀತಿ ರೇ, ಭಜಹು ಹರಿಪದ ನೀತಿ ರೇ. ಶ್ರವಣ ಕೀರ್ತನ ಸ್ಮರಣ ವಂದನ, ಶ್ರವಣ ಕೀರ್ತನ ಸ್ಮರಣ ವಂದನ ಪಾದ ಸೇವನ ದಾಸ್ಯ ರೇ, ಪಾದ ಸೇವನ ದಾಸ್ಯ ರೇ. ಪೂಜನ ಸಖಿ ಜನ ಆತ್ಮ ನಿವೇದನ, ಪೂಜನ ಸಖಿ ಜನ ಆತ್ಮ ನಿವೇದನ ಗೋವಿಂದ ದಾಸ ಅಭಿಲಾಷ ರೇ, ಗೋವಿಂದ ದಾಸ ಅಭಿಲಾಷ ರೇ. ಭಜಹುರೇ ಮನ ಶ್ರೀನಂದನಂದನ ಅಭಯ ಚರಣರ ವಿಂದರೇ. ಹರೇ ಕೃಷ್ಣ ಹರೇ ಕೃಷ್ಣ, ಕೃಷ್ಣ ಕೃಷ್ಣ ಹರೇ ಹರೇ. ಹರೇ ರಾಮ ಹರೇ ರಾಮ, ರಾಮ ರಾಮ ಹರೇ ಹರೇ.
ഹരേ കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ.